ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹീറോൻ്റെ സ്പ്ലെൻഡർ പ്രോ ആണ് വണ്ടി. നിലവിൽ അതിൻ്റെ ചെയിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് നമുക്ക് ഓൾറെഡി മാറണം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിച്ചാണ്. തന്നെയല്ല നമ്മളത് ടൈറ്റ് ചെയ്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചു നോക്കി, എന്നിട്ടും സൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളത് മാറ്റാൻ പറഞ്ഞിട്ടോ. കാരണം നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കിയിട്ടും വീണ്ടും സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുമ്പോൾ 2 സ്പ്രോക്കറ്റും ചെയിനും കൂടിയിട്ട് വരാം. അത് നമ്മൾ സെറ്റപ്പാടി മാറണം. അതേപോലെ തന്നെ സ്പ്രോക്കറ്റ് ബെയറിങ്ങിന് ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട്. ഇത് കൂടുതൽ മാറണമെന്നതിൽ ചെറിയൊരു പ്ലേ വന്നാൽ പോലും നമുക്ക് പിന്നീട് ഇടുന്ന ചെയിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം ഞാൻ കംപ്ലയിൻറ്റ് ചെറുതായിട്ട് കാണിച്ച് പിന്നീട് കാണിക്കുന്നത് പെട്ടെന്നായിരിക്കും. അപ്പോൾ കൈയോടെ അങ്ങനെ പുതിയത് മാറ്റുന്ന സമയത്ത് ഓൾറെഡി ചെറിയൊരു പ്ലേ ഉണ്ടെങ്കിൽ കൂടി നമ്മളെ കൂട്ടത്തികൾ മാറുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. പിന്നെ വീലിൻ്റെ റബ്ബറുകൾ അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടത്തികൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയും ഭാഗമാണ് നമ്മൾ ചെയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. തന്നെയല്ല നമുക്ക് ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ലൈനർ തന്നെ മതി. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കാം. അത്യാവശ്യം വാട്ടർ പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക് ലൈനർ അതന്നെ നിലനിർത്തുക. ചെയിൻ സ്പ്രോക്കറ്റ് കൊണ്ടുവരണം. ആ ചെയിൻ സ്പ്രോക്കറ്റ് കിറ്റപ്പടി മാറാം, ബെയറിങ് മാറ്റാം, വീലിൻ്റെ റബ്ബർ മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ഈ സ്പോക്കറിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഓയിൽ സീൽ അടിച്ചതാണ് തന്നെ. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ. പിന്നെ നമുക്ക് ആ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആ കംപ്ലയിൻറ്റ് ഉണ്ട്, മീറ്റർ വർക്കിംഗ് അല്ല. നമ്മളത് നോക്കുമ്പോൾ അതിൻ്റെ മെക്കാനിസം കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലൊരു ക്ലാവൊക്കെ പിടിച്ച് ടൈറ്റായി പോയേക്കാണ്. തന്നെയുള്ള കേബിൾ തന്നെ അത് പൊട്ടിയിരുന്നിട്ട് വർക്കിംഗ് അല്ല. അത് കേബിൾ മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഈ യൂണിറ്റ് മെക്കാനിസം ഇതേപോലെ കിട്ടും. അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മൾ ഡയൽ സ്റ്റാർട്ട് ചെയ്യണത് 0 എന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ വേണം. 46,000 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട്. അത് പ്ലസ് കിലോമീറ്റർ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കത് വണ്ടി എത്ര ഓടിയിട്ടുണ്ടെന്നുള്ളത് കണക്കാക്കാം. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ മീറ്ററിൻ്റെ കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്, അതൊന്ന് മാറ്റിയിടണം. ഈ ഫ്രണ്ടിലത്തെ ഈ കവർ ഓൾറെഡി പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഇതാണ്. അതിൻ്റെ സ്പീഡോമീറ്റർ മെക്കാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് 330 രൂപ അതിൻ്റെ കോസ്റ്റ് വരാം. പിന്നെ അതിൻ്റെ ആ കവർ സെറ്റ് വന്നാൽ നമുക്ക് 325 രൂപ വന്നുണ്ട്. അതേപോലെ ചെയിൻ സ്പ്രോക്കറ്റ് 750 രൂപ, 740 രൂപ തന്നെ. പിന്നെ വീലിൻ്റെ റബ്ബർ 100 രൂപ ഉണ്ട്. അതിൻ്റെ സ്പീഡോമീറ്റർ കേബിൾ, ഓയിൽ സീല്, സ്പ്രോക്കറ്റ് ബെയറിങ്, ക്രൗൺ ഫിനിഷിൻ്റെ വീലിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അത്രയായിട്ടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റണം ഐറ്റംസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടോ. അവർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.